Do you think a premium interior need a premium budget? No, that's not the case. 654 carpet area സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റ്, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻ്റ് ആണ് ഇന്ന് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു 654 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണെങ്കിലും ദിസ് കോസ്റ്റ് എ ഫോർച്യൂൺ. ഹായ് എവ്രി വൺ, ഞാൻ റസിൻ ഫ്രം ആർട്ട് ഡോട്ട് ഡിസൈൻസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബാംഗ്ലൂരിൽ റീസെൻ്റ്ലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ പ്രൊജക്റ്റാണ്. ഇതൊരു 650 സ്ക്വയർ ഫീറ്റ്സ് അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്പേസ് പ്ലാനിങ്ങിൽ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഫർണിച്ചർ അലൈൻമെൻറ്റ്, ഇതിൻ്റെ കളർ ചൂസിങ്, അതേപോലെ ഇതിൻ്റെ ഫിനിഷ് സെലക്ട് ചെയ്യുന്നിടത്ത് എല്ലാം വളരെ സട്ടിലായിട്ടുള്ള ക്ലീൻ ലൈൻസ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഈ പ്രോജക്റ്റിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഫർണിച്ചർ അലൈൻമെൻറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ്, വളരെ മിനിമലായിട്ടാണ്. ഒരു 3 സീറ്റർ സോഫ വൺ സൈഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഒരു സിംഗിൾ സീറ്റർ സോഫ, ലൈക്ക് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഫേസ് ടു ഫേസ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫർണിച്ചർ അലൈൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് TV യൂണിറ്റാണ്. വളരെ മിനിമലായിട്ടുള്ള കളർ തീമിൽ വളരെ സട്ടിലായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വയേഴ്സും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ കൺസീൽഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ടു യൂസ് ആണ്. ഇനി ഇതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് ആർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഹാൻഡ് സ്കെച്ച് ചെയ്തിട്ടുള്ള ഇൻ-ഹൗസ് ടീം തന്നെ ചെയ്തിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ്. അത് 3Dയിൽ നമ്മൾ എന്താണോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത് തന്നെ കിട്ടണം എന്നുള്ളൊരു നിർബന്ധത ഉള്ളതുകൊണ്ട് നമ്മൾ അതന്നെ നമ്മൾ ഹാൻഡ് ഡ്രോ ചെയ്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. എപ്പോഴും ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അവിടെ എന്ത് കളേഴ്സ് ചൂസ് ചെയ്യണം, ഏത് രീതിയിലുള്ള ഒരു കളർ പാലറ്റിലേക്ക് പോകണം എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരാറുണ്ട്. ഇവിടെ ഇനീഷ്യലി നമുക്ക് ബിൽഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറിങ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊരു ക്രീമി, ഒരു ബ്രൗൺ, ഒരു ബീച്ച് കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ കളേഴ്സും പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻസ് എല്ലാം ഇതുമായിട്ട് ക്ലബ് ചെയ്ത് വരണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടൈൽ പാറ്റേണിലേക്ക് ഇതിൻ്റെ കളർ തീമിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാണിക്കാനുള്ളത് ഇതിൻ്റെ ഡൈനിങ് ഏരിയ ആണ്. ഇതൊരു പാസേജ് ഏരിയയിലാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഒരു ടൈനി സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹ്യൂജ് ഒരു ഡൈനിങ് ടേബിൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ ഇല്ല. സോ വി ഡിസൈഡഡ് ടു ഗീവ് എ കൺസീൽഡ് ആൻഡ് കോമ്പാക്ട് വൺ. ഈ ഒരു സ്പേസിൻ്റെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ള ഡൈനിങ് ഇതുപോലത്തെ ഒരു രീതിയിലാണ്. നമുക്കിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തേക്ക് വലിച്ചിട്ട് യൂസ് ചെയ്യാം. ആൻഡ് അതല്ലാത്ത സമയങ്ങളിൽ നമുക്ക് വളരെ കോമ്പാക്റ്റായിട്ട് കൺസീൽഡായിട്ട് ഇതിനെ പ്ലേസ് ചെയ്യുകയും ചെയ്യാം. സോ ഈസി ടു യൂസ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ അപ്രോച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാനുള്ളത് കിച്ചൺ ഏരിയയിലേക്കാണ്. ഈ കിച്ചൺ ഏരിയയിലേക്ക് വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇനീഷ്യലി ഇതിൻ്റെ സ്പേസ് ഒരു 150 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു ബിൽഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു 120 സെൻറ്റിമീറ്ററിലേക്ക് കുറച്ചു. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഗിവൺ എ ഗ്ലാസ് പാർട്ടീഷൻ, ലൈക്ക് ഒരു വുഡൻ ഫ്രെയിമിൽ നമ്മളൊരു ഫ്ലൂട്ടഡ് ഗ്ലാസ് പാർട്ടീഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി എൻ്റർ കിച്ചൺ. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എക്സിറ്റ് ആവുന്നത് ഒരു ബാൽക്കണിയിലേക്കാണ്. ഇനീഷ്യലി ബിൽഡറിൻ്റെ റിക്വയർമെൻറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ലേഔട്ടിൽ ഇത് ബാൽക്കണി ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു വർക്കിംഗ് ഏരിയ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ക്ലയൻറ്റ് ഒരു IT പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ ഈ സ്പേസിനെ നമ്മൾ ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ടാണ് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ആൾക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം വർക്ക് ഫ്രം ഹോം ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. We have 2 bedrooms in this project, and initially we are going to show you the parents' bedroom, which is done completely different from the builder's perspective. From a designer approach, ഈ പ്രോജക്റ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ചാണ് ഇതിൻ്റെ ഫർണിച്ചർ ലേഔട്ട്. ഇതിൻ്റെ ബെഡ്റൂമിൽ നമ്മൾ ഒരു വേരിയൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ബെഡ് പ്ലേസ്മെൻറ്റ്, അതേപോലെ വാർഡ്രോബിൻ്റെ പ്ലേസ്മെൻറ്റ്, മിറർ പ്ലേസ്മെൻറ്റ്, ഇതെല്ലാം ഇനീഷ്യലി നമ്മളുടെ ബിൽഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള രീതിയിലോ അവർ ഇലക്ട്രിക്കൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള രീതിയിലോ അല്ല നമ്മളിതിനെ സെറ്റ് ചെയ്തിട്ടില്ല. എൻ്റയർലി നമ്മളിതിനൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫർണിച്ചർ ലേഔട്ടിലുള്ള ചേഞ്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്കിതിൽ വളരെ ഗ്രാജുവലായിട്ടുള്ള ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റി. ഇവിടെ ഇനീഷ്യലി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ ലേഔട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഫർണിച്ചർ ലേഔട്ടും അനുസരിച്ചിട്ടല്ല നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബെഡ് കോട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു വാളിലേക്ക് ഇതിനെ അറ്റാച്ച് ചെയ്തു.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ സ്പേസ് നമുക്ക് നടക്കാനായിട്ട് കിട്ടി. ഈ ബെഡ് കോട്ട് നമ്മൾ വാളിലേക്ക് ചേർത്തിടുന്ന സമയത്ത് ഇതിലുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്ന സമയത്ത്, നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാല് ചുമരിൽ തട്ടുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിന് ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മളിതിന് എൽ ഷേപ്പിലൊരു പാനലിങ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ബെഡ്റൂമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു 4 ഷട്ടർ വാർഡ്രോബാണ്. അത് റൈറ്റ് നെക്സ്റ്റ് ടു മെയിൻ ഡോറാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബെഡും വാർഡ്രോബും തമ്മിലുള്ളൊരു സ്പേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഒരു 130-150 അടുത്ത് നമുക്ക് സ്പേസ് ഉണ്ട്. അപ്പം നടക്കാനുള്ളൊരു യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കൂടുതലൂടെ കിട്ടി. അതുപോലെ നമ്മളൊരു മിറർ പ്ലേസ് ചെയ്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് ബെഡ്റൂം ഡോർ. ഈ ഒരു ലാർജർ മിറർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് നമുക്കൊന്നും കൂടി എൻലാർജ് ചെയ്തിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. അടുത്തതായിട്ട് ഈ പ്രോജക്റ്റിലെ സെക്കൻഡ് ബെഡ്റൂമാണ്, അതായത് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ്. ഇതിൻ്റെ ഫേർണിച്ചർ ലേഔട്ടും ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റും ഒക്കെ ഇനീഷ്യലി ബിൽഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം അവർക്ക് ഈ ബെഡ് സൈഡിൻ്റെ സൈഡിൽ അവർക്ക് പിന്നെ ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ റൈറ്റിംഗ് ഡെസ്ക് വേണം, അതേപോലെ ഒരു ഡ്രസ്സർ ഏരിയ വേണം, അവർക്ക് മേക്കപ്പ് ഏരിയ ആയിട്ട് വേണം, പിന്നെ അതേപോലെ 2 സൈഡ് ടേബിൾ പേർപ്പസിനായിട്ടുള്ളൊരു 2 സൈഡ് ടേബിൾസ് അവർ വേണമെന്നുള്ളത് നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇത്രയും ഒരു റിക്വയർമെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഒരു യു ഷേപ്പ് അല്ലെങ്കിൽ ഒരു യു ഷേപ്പ് രീതിയിലാണ് ഇതിൻ്റെ ഹെഡ് ബോർഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് സൈഡ് ടേബിൾ ഒരു മിനിമൽ രീതിയിൽ സൈഡ് ടേബിളിൽ നമ്മൾ പ്ലേസ് ചെയ്തു. അവിടെ ഒരു ടേബിൾ ലാമ്പ് അല്ലെങ്കിൽ ഒരു ബുക്ക്, അതുപോലെ ഒരു എന്താ പറയുക, നമ്മൾ ഫോൺ ചാർജിങ് ചെയ്യാനുള്ള ഫോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാനുള്ളൊരു ഏരിയ ആയിട്ട് മാത്രമാണ് ഈ സൈഡ് ടേബിളിൽ നമ്മൾ ആക്ട് ചെയ്തിട്ടുള്ളത്. ഈ ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ വാർഡ്രോബ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സ്പേസ് മിനിമൽ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു സ്വിംഗ് ഡോർസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. സോ വി ഗോ ഫോർ സ്ലൈഡിംഗ് ഡോർസ്. ഇതിൻ്റെ ഒരു പാസേജ് കുറച്ചൊരു നാരോ പാസേജ്, നാരോ മീൻസ് വി ഹാവ് 60 സെൻറ്റിമീറ്റർ ഓർ 2 feet വി ഹാവ് ഫോർ ദ പാസേജ്. ദാറ്റ്സ് ഇനഫ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ലൈഡിങ് 3 door സ്ലൈഡിങ് വാർഡ്രോബാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനീഷ്യലി നമ്മൾ മെൻഷൻ ചെയ്ത പോലെ ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബഡ്ജറ്റാണ്. ഈ പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ്ലി വി കോസ്റ്റഡ് 5.5 lakhs. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഈ ടോട്ടൽ ഇൻറ്റീരിയർ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഹായ്, ഞാൻ ദീപക്, സ്നേഹ. ഞങ്ങൾ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്തിരുന്നത് അപ്പാർട്ട്മെൻറ്റിനേക്കാൾ അപ്പുറത്തോട്ട് അപ്പാർട്ട്മെൻറ്റ് മേടിക്കുക, അതിനപ്പുറത്ത് തന്നെ ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചിന്തിച്ചത് ഇൻറ്റീരിയറിലാണ്. സോ നമ്മൾ ജീവിക്കുന്നൊരു സ്പേസ് ഇങ്ങനെ വേണം എന്നുള്ളൊരു ഐഡിയ ഞങ്ങൾക്ക് പരസ്പരം ഇങ്ങനെ എപ്പോഴും നമ്മുടെ ഡിസ്കഷനിൽ വരുമായിരുന്നു. സോ ഞങ്ങൾക്കത് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദാറ്റ് വി സപ്പോസ് ടു ഡിസ്കസ് ലൈക്ക് എവറി ഡേ. ആക്ച്വലി ഞങ്ങൾക്ക് റസിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ദിസ് ഈസ് ദ ഗൈ ഹു ഈസ് ഗോണ ഡു അവർ പ്രൊജക്ട്. ബിക്കോസ് ലൈക്ക് ദ മെയിൻ തിങ് വിച്ച് ഞങ്ങൾ അവനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടായി. സെക്കൻഡ് തിങ് പേഷ്യൻസ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി എന്ന് പറയാം, നല്ലൊരു ലിസണറാണ്. ഐ തിങ്ക് ദിസ് ഈസ് എ ലൈക്ക് മേജർ പാർട്ട് ഓഫ് എ ഇൻറ്റീരിയർ ഡിസൈനർ ഹു ആർ റണ്ണിങ് ഇൻറ്റീരിയർ ഡിസൈനിങ് ഫാക്ടറി ഓർ ലൈക്ക് എ ബിസിനസ്. നമ്മൾ പറഞ്ഞു, റസൻ എല്ലാം കേട്ടു. ദെൻ ദെയർ ടീം ഡിസൈനിങ് ടീം ഡൺ എ മാർവലസ് തിങ്. ദെൻ ഫസ്റ്റ് ഡിസൈനിൽ തന്നെ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു, ലൈക്ക് വി വർ വെരി ഹാപ്പി. ദെൻ ലെറ്റർ ഓൺ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് ആണെങ്കിലും then the major concern is budget also. Within budget നമ്മൾ എത്ര റീവർക്ക് ഓർ റിവൈസ് പറയുന്ന പുള്ളി ക്ഷമയോടെ കേട്ട് ലൈക്ക് he used to give us lot of നമ്മളുടെ എല്ലാ സജഷനും പുള്ളി പ്രോപ്പറായി കേട്ടിട്ട് നമുക്ക് വേണ്ട പോലെ ആൻഡ് ലൈക്ക് കളേഴ്സും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ he understood everything. So that what I am saying, like ഫസ്റ്റ് ഡിസൈനിൽ തന്നെ നമ്മൾ ഓക്കെ ആയി. അവർ നമുക്ക് എന്ത് ട്രബിൾ ഉണ്ടെങ്കിലും ഈവൻ ആഫ്റ്റർ ഒരു 10 weeks ഒക്കെ 10 days നമ്മൾ ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള പ്രോബ്ലംസ് വരെ അവർ റെക്ടിഫൈ ചെയ്യും. സോ ദിസ് ഈസ് വാട്ട് ഓൾ അബൌട്ട് Ardot and Razin and his team. Like we actually grateful to them and our ടീമിന് മുഴുവൻ from Razin to entire team, designer, I forgot to say some of the names, but Rishad and the workers and everyone, Munna, the guy from factory who taking care of factory, and everyone, ellarum നമ്മുടെ അടുത്ത് ക്ലോസ് ഫ്രണ്ട്സ് പോലെയാണ്. We are friends now, so surely we'll refer to others also. This is our experience, true experience. We are not doing anything, like we are not simply telling. This is actually our story and this is true story. And like we refer to everyone Ardot and Razin. Yeah, thanks.
താങ്ക് യു.